ഇപ്പോൾ യാത്രക്കാരുടെ സംഘടനയായ ഫോറിൻ്റെ സെക്രട്ടറി ലിയോൺസ് ടെലിഫോൺ ലൈനിലുണ്ട്. ലിയോൺസ്, ഞങ്ങൾ ഈ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധിയായ ഒരു വനിതയ്ക്ക് നേരിടുന്ന ദുരനുഭവമാണ്. ഒരു വേഷം അയാളുടെ വസ്ത്രം തന്നെ മുഷിഞ്ഞതാണ് എന്നതിനപ്പുറത്ത് അയാൾ പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് ആ കോച്ചിൽ പെരുമാറിയത് എന്നുള്ളതാണ്. കോച്ചിലെ സീറ്റുകളിൽ അടിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകയായ പാർവതിക്ക് പോലും അത് റെക്കോർഡ് ചെയ്യുവാൻ പോലും ഭയമായിരുന്നു എന്നാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. കാരണം അയാൾ വയലന്റ് ആകാം, അയാൾ ശാരീരികമായി ഉപദ്രവിച്ചാൽ അതിനെ ചെറുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂടുതൽ യാത്രക്കാർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന സുരക്ഷയും പോലീസുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അവിടെ നിന്ന് ലഭിച്ച മറുപടി അതിലേറെ വിചിത്രമായിരുന്നു. എന്താണ് ഈ യാത്രക്കാർക്ക് ഏത് തരത്തിലുള്ള സുരക്ഷയാണ് പ്രതീക്ഷിക്കേണ്ടത്? എത്രത്തോളം അനാസ്ഥയാണ് ഈ സുരക്ഷ ഒരുക്കേണ്ടവരുടെ ഭാഗത്ത് എന്നുള്ളത്? യാത്രക്കാരുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു സംഘടന പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉടൻ തന്നെ RPF-മായി ബന്ധപ്പെട്ടു. അപ്പം RPF-ന്റെ മറുപടി അറിയാം, അവർക്ക് ഇനി കൊച്ചുവേളിയിൽ മാത്രമാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. കാരണം അവരുടെ ഇപ്പൊ ഞാനിപ്പോ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ഈ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇതേപോലൊരു വിഷയം ഒരു ട്രെയിനിലുണ്ടായി. കോട്ടയം പാസഞ്ചറിൽ ഒരു മുഷിഞ്ഞ വസ്ത്രധാരി കയറുകയും അത് അയാളെ കണ്ട് പേടിച്ചിട്ട് ഒരു ടീച്ചർ ചാടി അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നു. അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയൊരു വിവരം ഇതാണ്, അവര് മിക്കവാറും അതിനുശേഷം എല്ലാ ട്രെയിനുകളിലും പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അവധി ദിവസമായ ഇന്നലെ ഈ വണ്ടിയിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കൊച്ചുവേളി അറ്റൻഡ് ചെയ്യാന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. അതായത് ഈ അവധി ദിവസങ്ങളിൽ ആണല്ലോ കൂടുതൽ സുരക്ഷ ഉൾപ്പെടെ വേണ്ടത്. അന്ന് ജീവനക്കാർക്ക്, അത് ഈ പോലീസ് ആകട്ടെ അല്ലെങ്കിൽ ഡോക്ടർമാരാകട്ടെ, അങ്ങനെ അവശ്യ സേവന വിഭാഗങ്ങളൊന്നും ഈ അവധി എന്നത് കാര്യമായി എടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ആ തൊഴിലിന്റെ പ്രത്യേകത തന്നെ അതാണ്. സ്വാഭാവികമായും യാത്രക്കാർ കുറവുള്ള ദിവസം. ഇതിൽ തന്നെ ഈ ഞങ്ങളുടെ പ്രതിനിധി പാർവതി സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഷനിൽ എത്തട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്വാഭാവികമായും അവിടെ ധാരാളം യാത്രക്കാരുണ്ടാകും. ഒരാൾക്ക് പെട്ടെന്ന് അക്രമം നടത്തിയാൽ ഈ പോലീസുകാരൊന്നും ഇടപെടണ്ട, ചിലപ്പോൾ യാത്രക്കാർ തന്നെ അതിനെ കൈകാര്യം ചെയ്തു എന്ന് വരാം. പക്ഷേ അങ്ങനെ സാധിക്കാത്ത ഇടങ്ങളിൽ അല്ലേ യഥാർത്ഥത്തിൽ ഇവരുടെ സേവനം വേണ്ടത്? തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ സേവനം വേണ്ടത്. നമ്മൾ ഈ ഒരു വിഷയം MP-മാരുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ എല്ലാ ട്രെയിനുകളിലും ആൾക്കാരെ, പോലീസുകാരെ വിന്യസിക്കാനുള്ള നടപടി റെയിൽവേ തലത്തിൽ തന്നെ, അവരുടെ ഉന്നത തലത്തിൽ തന്നെ തീരുമാനം എടുക്കുകയും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുകയും വേണമെന്നുള്ള ആവശ്യം നമ്മൾ MP-മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ജനമൈത്രി പോലീസ്, എല്ലാ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ജനമൈത്രി പോലീസ് ഉണ്ട്. ഈ മീറ്റിങ്ങുകളിലൊക്കെ യാത്രക്കാരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എല്ലാ ട്രെയിനുകളിലും, പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിൽ ഈ പാസഞ്ചർ ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ പോലീസിന്റെ സേവനം വേണം എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ട്രെയിനുകളിലൊക്കെ സേവനം അവര് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായത് മാഡം ശ്രദ്ധയിൽപ്പെടുത്തി. ഞാനത് അവരോട് അറിയിച്ചിട്ടുണ്ട്. നമ്മളെ യാത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് പ്രതിഷേധിക്കാൻ മാത്രമേ പറ്റൂ. അവര് നടപടി എടുക്കേണ്ടത് റെയിൽവേയാണ്, റെയിൽവേയും പോലീസുമാണ് നടപടി എടുക്കേണ്ടത്. തീർച്ചയായും